ഹലോ ഗൈസ്, നമ്മളിപ്പോൾ വന്നത് എന്നത്തെയും പോലെ തന്നെ സ്ഥിരം പരിപാടി ഒരു ഗിഫ്റ്റ് ബോക്സ് സെറ്റ് ചെയ്യാണ്ട് അതിൻ്റെ കൂടെ തന്നെ ഗ്രാഫ്റ്റേഴ്സിനൊക്കെ ഉപകാരമുള്ള ഒരു കാര്യം കൂടി പറയാൻ വിചാരിച്ചു. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിഫ്റ്റിൻ്റെ ഐറ്റംസ് എന്തൊക്കെയാ വെച്ചാൽ ആ കളർ തീമിനോട് മാച്ചായി പോവാത്ത ഷർട്ടാണ് നമ്മളെ കസ്റ്റമർ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കസ്റ്റമർ ആരോട്ടും കാര്യമില്ലല്ലോ, കസ്റ്റമർക്ക് ഇഷ്ടം ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ കളർ തീമിലാക്കാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ പറയാൻ പോണത്. ട്രിക്കല്ല, ജസ്റ്റ് ഒരു ഒക്കെ ഒരേ കളർ തീം തന്നെ ആവുമ്പോൾ ഒരു കളറിന് പല പല വേരിയേഷൻസ് ആവുമ്പോൾ കാണാൻ തന്നെ ഒരു രസമല്ലേ, കണ്ടിരിക്കാൻ തന്നെ. നമ്മൾ ഷർട്ടായിട്ട് തീരെ മാച്ചായി പോകില്ലാന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ തീം അതിനനുസരിച്ചുള്ള ഒരു റാപ്പിംഗ് ഷീറ്റിക്കോ അല്ലെങ്കിൽ പിന്നെ ബക്കറ്റ് ഷീറ്റ് ഉണ്ടല്ലോ, കളർ ഉണ്ടല്ലോ, അയക്കോ ചെയ്താൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ അതിൽ യൂസ് ചെയ്തത്. ഫൈനൽസ് കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എന്താണ് ഈ പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ ഞാൻ പറഞ്ഞതാ ബോക്സ് സെറ്റായിട്ടുണ്ട്. ബോക്സ് അല്ല, ബാഗാണല്ലോ ഇത്. ഇതിക്ക് സെറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഇനി കാണിക്കാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങളുള്ളൂ, കുറച്ച് വളരെ ലിമിറ്റഡ് സാധനങ്ങൾ മാത്രം. ബാഗിന്റെ ഹൈറ്റും നമ്മുടെ സാധനത്തിന്റെ ഹൈറ്റും മാച്ചായി പോത്തോണ്ട് മാത്രം വെക്കണ അൽക്കുലത്ത് പണികളാണിത്. മുഖം ആസ് യൂഷ്വൽ വെച്ച് കെട്ടിണ്ടാക്കുക അതന്നെ പണി. പിന്നെ ഇപ്പം എന്താ, ഇതൊക്കെ കൂടെ ഗ്ലൂഗൺ നമ്മൾ സ്റ്റിക്ക് ചെയ്തെടുക്കണം. അതിന്റെ പുറത്ത് തന്നെ സിസ്റ്റം വെച്ച് നോക്കിയിട്ട് പിന്നെ റിബൺ കെട്ടണം കേട്ടോ. ബർത്ത്ഡേ നമ്മൾ ഒക്കേഷൻ വരുന്നത്, അപ്പൊ അതിനനുസരിച്ചുള്ള റിബൺ കൊടുത്ത് അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ മൊത്തത്തിൽ അതിന്റെ മുകളിൽ ഗ്ലൂഗണം വെച്ച് സ്റ്റിക്ക് ചെയ്യാനുള്ളത്. ഇപ്പൊ എന്താ മൊഞ്ച് മുടുക്കനായി. ഇനിയാണ് ഞാൻ പറഞ്ഞ പരിപാടി എല്ലാം കൂടി അറേഞ്ച് ചെയ്ത് വെക്കാം. ഗ്ലൂഗൺ എടുക്കുന്നു, തേക്കുന്നു, ഒടിയുന്നു, തന്നെ റിപ്പീറ്റ്. അങ്ങനെ നമ്മൾ റിപ്പീറ്റേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ബാങ്കിക്ക് നേരെ ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഒരു യുദ്ധം തന്നെ ആയിരുന്നു കുറച്ചു നേരത്തിന് അവിടെ. ഞാനതെല്ലാം കൂടി ഇത് കാണിക്കാൻ വന്നതാണേ, വൻ വോറായിപ്പോ. നെക്സ്റ്റ് വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേപ്പർ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ആക്കാൻ തന്നെ ഒരു രസമാണ്. ഈ സാധനം എടുത്തിട്ട് ആ തെർമോക്കോളിന്റെ ആ ബോൾ വളക്കാനെ കുറച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടുണ്ട്. അപ്പൊ നമ്മളെ ബാഗ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഫോട്ടോസ് എടുക്കാൻ ഞാൻ എന്താണെന്നറിയോ, ചോറുന്നാണ്ട് വെള്ളം കുടിക്കാത്ത ഫീലില്ലേ, അതങ്ങോട്ട് മാറട്ടെ ചേച്ചി ഒരു ഫോട്ടോസ് കൊടുത്ത്. ഇനിയിപ്പോ നിങ്ങൾ പറയുന്നത് കണ്ടിട്ട് ഇതിപ്പോ കാണാൻ ഒരു ലുക്കൊക്കെ അല്ലേ, ആ ബ്ലൂ കളർ ടീഷർട്ട് കൊടുക്കുന്ന കാട്ടി നല്ലേ ഇതന്നല്ലേ.